എൻ്റെ ഭർത്താവ് ഒരു പ്രവാസിയാണ്, നിശ്ചിത സംഖ്യ എല്ലാ മാസവും അയച്ചു തരും, പക്ഷെ അത് വീട്ടു ചിലവുകൾക്ക് മാത്രമേ തികയുന്നുള്ളൂ. കുട്ടികളുടെ ഫീസ്, കോളേജിലെ ഫീസ്, അതൊക്കെ ഈ ഭാര്യ കടം വാങ്ങിയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. മാത്രമല്ല ഈ വാങ്ങിയ കടങ്ങൾ വീട്ടാനുള്ള താല്പര്യം പോലും ഭർത്താവ് കാണിക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ ഈ സ്ത്രീക്ക് കുറ്റം കിട്ടുമോ എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ഒരു ചോദ്യം. മാത്രമല്ല മറ്റൊരു സ്ത്രീ ചോദിക്കുന്നത്, ഭർത്താവ് വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിൽ എത്തിയിട്ട് ജീവിത ചെലവുകൾക്കുള്ള മാർഗങ്ങളും മറ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഭർത്താവ് പണം കൊടുക്കാൻ ഭയങ്കര പിശുക്കാണ്. ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഒരു 100 വട്ടം കരഞ്ഞ്, ഇതിൽ എഴുതിയ വാചകം അങ്ങനെ തന്നെ, ഒരു 100 പ്രാവശ്യം കരഞ്ഞു ചോദിച്ചാൽ ആണ് ഒരു 50 രൂപ എനിക്ക് തരുക എന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും കരയേണ്ട അവസ്ഥ ഉണ്ട്. മക്കളുടെ കാര്യത്തിലും തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇയാളുടെ പ്രത്യേകത ആരാധനാ കർമ്മങ്ങളിലും മറ്റൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് എന്നാണ്. ഇവരൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ കഫാബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് കുറ്റമാകാൻ മതി അൻ യുളയ്യ മൻ യഖൂത്ത്, ഭക്ഷണം കൊടുക്കേണ്ട ആളുകൾക്ക് അത് പാഴാക്കി കളയുന്നതാണ് ഇത്. അപ്പോൾ വളരെ വലിയ ഒരു തെറ്റ്, കുറ്റം, പാപം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ വചനം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇവർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവം. അതാണ് നമ്മളിപ്പോൾ ഈ നിരുത്തരവാദിയായ ഭർത്താവ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഈ ഹെഡിങ്ങിന്റെ പ്രസക്തി ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ പറയുക, ഒന്നാമത്തെ സഹോദരിയുടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്താൽ അത് പിന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളായി മാറും. ചെലവഴിക്കേണ്ടത് ഭർത്താവാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന് നമ്മൾ പണം കണ്ടെത്താൻ തൊഴിൽ തേടി അതിന് വകുപ്പുണ്ടാക്കി വീട്ടിൽ നിന്ന് കടം വാങ്ങിയൊക്കെ ചെയ്താൽ പിന്നെ അതൊരു സൗകര്യമായി കണ്ട് അവരെന്ത് ചെയ്യും, ഒഴിഞ്ഞു നിൽക്കും. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പിന്നെ ഭാര്യ കുട്ടിയെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അതെ. പക്ഷെ സാധാരണ നമ്മൾ വീടുകൾ സഹോദരിമാർ അത് നിർവഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടിയെ നോക്കാൻ സഹായിച്ചു കൊടുക്കാം. സഹായിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ ഒരു ജോലിയായി വരുമ്പോൾ എന്താകും, നമുക്ക് പല കാര്യങ്ങൾക്കും സമയം കിട്ടാതെ വരും. അതേപോലെ തന്നെ തിരിച്ചും, അതായത് ഒരു വീടിന്റെ ചിലവിന് വേണ്ടി പണം കണ്ടെത്തുന്നതിൽ ഒരു പങ്കും സ്ത്രീ നിർവഹിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഏറ്റെടുത്ത് ശീലിപ്പിച്ചാലോ അയാൾക്ക് കിട്ടുന്ന പണം എന്ത് ചെയ്യും, അയാൾ സ്വയം ചെലവഴിക്കും. പലപ്പോഴും അത് ഭാര്യമാർക്ക് കിട്ടാതെ പോകും, കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പൊ ഈ സഹോദരി കടം വാങ്ങി ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ കടം വാങ്ങിയാൽ നമുക്ക് തന്നെയാണ് ബാധ്യത. ഈ സഹോദരി കടം വാങ്ങുമ്പോൾ അവർക്ക് തന്നെയല്ലേ ബാധ്യത വരുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ബാധ്യത? ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവർ ഇവരോടാ ചോദിക്കുക, അല്ലാതെ ഹസ്ബൻഡിനോട് ചോദിക്കൂലല്ലോ. അപ്പൊ എന്താ അറിയോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പണം കിട്ടാതെ വരുമ്പോൾ എൻ്റെ കുട്ടികൾ കരയുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ എന്ന് പലപ്പോഴും പറയും. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ വീടിത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്ന് എന്ത് ചെയ്യണം, ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, പല വഴികളുണ്ടാവും. അതിൻ്റെ അയാൾ പണം കൊടുക്കാതിരിക്കുമ്പോൾ എന്താണോ അതിൻ്റെ പ്രത്യാഘാതം, ആ ചില പ്രത്യാഘാതങ്ങൾ സംഭവിക്കണം. ഉദാഹരണം, വീട് പൂട്ടി അവൾ വീട്ടിലേക്ക് പോയി, എന്താ അവിടെ പച്ചക്കറി ഇല്ല, അവിടെ അരിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യും? ചിലപ്പോൾ കുട്ടീൻ്റെ സ്കൂൾ എന്ത് ചെയ്യും, 15 ദിവസം മുടങ്ങും. ഞാൻ പറഞ്ഞത് അവിടെ സംഭവിക്കേണ്ടത് എന്ത് ചെയ്യണം, സംഭവിക്കണം. പലപ്പോഴും സഹോദരിമാർ ചെയ്യണമെന്ന് വെച്ചാൽ, എന്ത് ഭർത്താവ് എത്ര നിരുത്തരവാദിയായാലും ആ പ്രശ്നങ്ങളെ മുഴുവനും സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അവരുടെ തലയിൽ വരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ഭർത്താവിൻ്റെതാണ്, അത് അയാൾ നേരെ നിർവഹിക്കുന്നതിന് അവസ്ഥ ഉണ്ടാകണം. പിന്നെ പിശുക്കിനെ കുറിച്ച് പറയണം, അതും പ്രശ്നം തന്നെയാണ്. അതായത് ശരിയായ അർത്ഥത്തിൽ എന്താണ്, കുടുംബ ജീവിതത്തിൽ എന്നല്ല, ജീവിതത്തിൽ എവിടെയും വേണ്ടത് എന്താണ്, വലാത്ത ജാലിയതൊക്കെ മകലൂലത്തൻ ഇലാ ഒനുക്കിക്ക വലാത്ത ബുസുത്തുഹ കുല്ലൽ ബസ്ത്. എന്ത് ചെയ്യരുത്, ഒന്നായിട്ട് പെരടിക്ക് കൈയിട്ടും ചെയ്യരുത്, തുറന്നിടും ചെയ്യരുത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വക്കാന ബൈനദാരിക ഒരു മധ്യമമായ നിലപാട് സ്വീകരിക്കണം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, നമുക്ക് ഭർത്താക്കന്മാരൊക്കെ നിർദ്ദേശിക്കാനുള്ളത്, ഭാര്യമാർ ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്കുള്ള ഒരു സംഖ്യ അവർക്ക് എന്ത് ചെയ്യണം, കയ്യിൽ കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കുക.
നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാളും സൂക്ഷ്മതയോടുകൂടി അവരെന്ത് ചെയ്യും? ചെലവഴിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ബില്ലിന് ആവറേജ് വരുന്നത് 1500 രൂപയാണെങ്കിൽ നമ്മൾ അവിടെ ഏൽപ്പിച്ചാൽ അവർ മോട്ടർ അടിക്കുന്നത് നിയന്ത്രിച്ച് എല്ലാം നിയന്ത്രിച്ച് എന്ത് ചെയ്യും? അവർ 1500 ചിലപ്പോൾ 1000 ആക്കും. ബാക്കി 500 അവരെടുത്തോട്ടെ. ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ വീട്ടു ചിലവുകൾക്കുള്ള ഒരു സംഖ്യ വളരെ കൃത്യതയോടുകൂടെ നമ്മൾ ശമ്പളക്കാരോ അല്ലെങ്കിൽ ദിവസക്കൂലിക്കാരാണെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് നമുക്ക് 500 രൂപ കിട്ടണമെങ്കിൽ 100 രൂപ അതിലേക്ക് കൊടുത്തു. അവരത് ചെലവഴിക്കുന്ന രൂപമുണ്ടായാൽ ഭയങ്കരമായ സൂക്ഷ്മത വരും, ഭയങ്കരമായ കൃത്യത വരും. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ആവശ്യത്തിന് പണം കൊടുക്കാതെ അവരെ വിഷമിപ്പിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്, വളരെ ഗുരുതരമായ വീഴ്ചയാണ്, ഏറ്റവും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. അപ്പം അത് മാറണം. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം അറിയാതെ എടുത്താൽ പോലും അവൾ കുറ്റക്കാരി ആവുന്നില്ല എന്നതാണ് പുസ്തകം. അവൾക്ക് ആവശ്യമുള്ള പണം, ആവശ്യമുള്ള പണം അയാളുടെ സമ്പത്ത് എടുത്താൽ പോലും അവൾ കുറ്റക്കാരി ആവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഉത്തരവാദിത്വം ഭർത്താക്കന്മാർ കാണിക്കണം.